വലിയ പോരാട്ടങ്ങൾക്കൊടുവിൽ ക്ഷത്രിയരെ നിഗ്രഹിച്ചു. പക്ഷേ ആ വിജയം അദ്ദേഹത്തിന് സന്തോഷം നൽകിയില്ല. ഉള്ളിൽ പാപഭാരം മാത്രം. ഇനി വേണ്ടത് ഒരൊറ്റ കാര്യമാണ്: പ്രായശ്ചിത്തം. അതിന് തപസ് ചെയ്യാനും യാഗങ്ങൾ നടത്താനും ദാനം ചെയ്യാനുമൊക്കെ ഭൂമി വേണം. പക്ഷെ അങ്ങനെയൊരു പുണ്യഭൂമി എവിടെയാണ്? അദ്ദേഹം തന്റെ ദിവ്യമായ മഴുവെടുത്ത് കടലിന് മീതെ എറിഞ്ഞു. ഒരു മഴു വീണ ദൂരത്തോളം കടൽ ഭയന്ന് വഴിമാറി. ഒരു തുണ്ട് ഭൂമി പതിയെ ഉയർന്നു വന്നു. കിഴക്ക് തല ഉയർത്തി നിൽക്കുന്ന സഹ്യപർവ്വതം, പടിഞ്ഞാറ് അനന്തമായ അറബിക്കടൽ. ഇവ രണ്ടിനുമിടയിൽ കായലും പുഴകളും വയലുകളും നിറഞ്ഞ ഒരു മനോഹര നാട്. സൗന്ദര്യവും സമൃദ്ധിയും സാഹോദര്യവും ഒത്തിണങ്ങിയ ആ ഭൂമിയെ ലോകം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിളിച്ചു. അതാണ് ഐതിഹ്യ കേരളം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ കേരളപ്പിറവി ആശംസകൾ.